ഹായ് ഓൾ, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഗൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റത്തെ ഫെയ്റ്റ് അക്കംപ്ലി. ഫെയ്റ്റ് അക്കംപ്ലി എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്സ് എന്നാണ് അർത്ഥം. ഫെയ്റ്റ് അക്കംപ്ലി മീൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്. അടുത്തത് ഹൂ വെർ ദി ഏൻഷ്യൻ്റ് ലോ ഗീവർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏൻഷ്യൻ്റ് ലോ ഗീവർ ആരാണ്? ആൻസർ യജ്ഞവൽക്യ. ജനറലി ഹൗ ഈസ് എ ഹൈക്കോർട്ട് ജഡ്ജ് അഡ്രസ്ഡ് ഇൻ ഹിസ് കോർട്ട്. എങ്ങനെയാണ് ഒരു ഹൈക്കോർട്ട് ജഡ്ജിനെ കോടതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത്? ഒരു കോടതിയിൽ ജഡ്ജിനെ അഡ്രസ്സ് ചെയ്യുന്നത് മൈ ലോർഡ് എന്ന് പറഞ്ഞിട്ടാണ്. നെക്സ്റ്റ്, ഈസ് ഇഗ്നോറൻസ് ഓഫ് ലോ എക്സ്ക്യൂസബിൾ. അതായത് ലോ ഇഗ്നോറൻസ് ചെയ്യുന്നത് എക്സ്ക്യൂസബിൾ ആണോ? യെസ് ഓർ നോ എന്നാണ്. നോ. അതായത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് എക്സ്ക്യൂസബിൾ അല്ല. എന്നാൽ ഇഗ്നോറൻസ് ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത് എക്സ്ക്യൂസബിൾ ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് വാട്ട് ഈസ് ലിബർട്ട് ആക്ട്. എന്താണ്? ടു സപ്രസ് സെഡീഷ്യസ് മാറ്റർ. സെഡീഷ്യസ് ആയിട്ടുള്ള മാറ്റർ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോ ആണ് അല്ലെങ്കിൽ ആക്റ്റാണ് ലിബർട്ട് ആക്ട് എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് മീൻ ബൈ ഹോളിഡേ ഡിക്ലെയർഡ് അണ്ടർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട്. അപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിന് കീഴിൽ വരുന്ന ഹോളിഡേ എന്ന് ഉദ്ദേശിക്കുന്നത് ബാങ്ക് ഹോളിഡേ ആണ്. അടുത്തത് ഹൂ റോട്ട് എ ജഡ്ജ് മെസ്സിലേനി. ആൻസർ ജസ്റ്റിസ് എം ഹിദായത്തുള്ള. അടുത്തത് വാട്ട് ഈസ് ദ സിമ്പിൾ ടു റെപ്രസെൻറ്റ് ജസ്റ്റിസ്. എന്താണ്? ബാലൻസ്ഡ് സ്കെയിൽ ഹെൽഡ് ബൈ എ പേഴ്സൺ വിത്ത് covered eyes. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് കേസ് വെൻറ്റ് അപ്പ് ടു ദി സുപ്രീം കോർട്ട് കൺസേണിംഗ് ലോർഡ് ഗണേഷ്. ആൻസർ EV റൈനസ്വാമി നായ്ക്കർ കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി അതർ നെയിം ഫോർ ശാരദ ആക്ട്. ആൻസർ ചൈൽഡ് മാരേജ് റിസ്ട്രെയിൻറ്റ് ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഹൂ ട്രൈഡ് മഹാത്മാ ഗാന്ധീസ് അസാസിനേഷൻ കേസ്. ആൻസർ ജസ്റ്റിസ് ഗ്രോവർ. ജസ്റ്റിസ് ഗ്രോവർ ആണ് ഗാന്ധിജിയുടെ അസാസിനേഷൻ കേസ് ട്രൈ ചെയ്തത്. ഇനി വെൻ വാസ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഫസ്റ്റ് ഇനാഗുറേറ്റഡ്. ആൻസർ 28 ജാനുവരി 1950. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദി ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഇൻ ഇന്ത്യ ഹൂസ് ഡിസിഷൻസ് ആർ ബൈൻഡിങ് ഓൺ ഓൾ കോർട്ട്സ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ കോടതിയിലും ബൈൻഡിങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് ഏത് ജുഡീഷ്യൽ അതോറിറ്റിയാണ്? ആൻസർ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. അടുത്തത് ഹൂ അപ്പോയിൻറ്റ്സ് ദ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്. ആൻസർ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അടുത്തത് ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ആൻസർ ദി സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്. അടുത്ത വേർ ഈസ് ദി ഡിക്ലെയർഡ് സീറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട് സിറ്റുവേറ്റഡ്. അതായത് സുപ്രീം കോടതിയുടെ സ്ഥലം ഡൽഹിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദ ടേം ജുഡീഷ്യൽ റിവ്യൂ മീൻസ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് എക്സാമിൻ ദി enactments or executive orders of both the central and state governments, that is they are following the constitution of India or not. ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി എടുക്കുന്ന ഒരു എനാക്ട്മെൻറ്റ്, അവർ പാസ് ചെയ്യുന്ന ഒരു എനാക്ട്മെൻറ്റ് സ്റ്റാറ്റ്യൂട്ട്, അത് കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അടുത്തത് സ്ട്രെങ്ത് ഓഫ് ഹൈക്കോർട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഹൈക്കോടതിയിൽ എത്ര ജഡ്ജസ് വേണം ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ടുള്ളത് പ്രസിഡൻ്റ് ആണ്. ദെൻ ഹു അപ്പോയിൻറ്റ്സ് ദ ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്. ആൻസർ പ്രസിഡൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ ദ ടേം അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. ഇറ്റ് മീൻസ് ഹിയറിംഗ് അപ്പീൽസ് എഗനസ്റ്റ് ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ലോവർ കോർട്ട്സ്. അതായത് ലോവർ കോടതികളിലെ ജഡ്ജ്മെൻറ്റ്സിനെതിരെ നമുക്ക് ഹയർ കോടതികളിൽ പോകാനായിട്ട് സാധിക്കും, അപ്പീൽ പോകാനായിട്ട് സാധിക്കും. ഇതാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ലോവർ കോടതികൾക്ക് ഇല്ല, ഹയർ കോർട്ട്സിനാണ് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ആർട്ടിക്കിൾ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് റെഗുലേഷൻസ് ഫോർ ദി സബോർഡിനേറ്റ് കോർട്ട്സ്. ആൻസർ ആർട്ടിക്കിൾ 233 to 237. അടുത്തത് ദി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് ഡിസൈഡ് ഓൺ
cases that are punishable up to 7 years ആണ്. 7 വർഷം പണിഷ്മെൻറ്റ് തടവ് കിട്ടുന്ന കേസുകൾ വരെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ദി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ട് ഡിസൈഡ്സ് ഓൺ കേസസ് ദാറ്റ് ആർ പണിഷബിൾ അപ് ടു 3 years ആണ്. അതായത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്സിന് 3 years എന്നും സെക്കൻഡ് ക്ലാസ്സിന് 1 year ആണുള്ളത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സെക്കൻഡ് ക്ലാസ് ഇല്ല. സോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് കേസസ് വിച്ച് ആർ പണിഷബിൾ അപ് ടു 3 years. അടുത്തത് വിച്ച് സ്റ്റേറ്റ് ഹാസ് മാക്സിമം ഡിസ്ട്രിക്ട് കോർട്ട്സ് ഇൻ ഇന്ത്യ? ആൻസർ ഉത്തർപ്രദേശ്. According to Indian Constitution, treaty making power is conferred upon the President of India but subject to ratifications by the Parliament. അടുത്തത് Vice President of India is elected. The Vice President is elected indirectly by the members of an electoral college consisting of members of both the houses of Parliament in accordance with system of proportional representation by means of single transferable vote. അടുത്തത് വാട്ട് ഈസ് അഡ്ജോൺമെൻറ്റ് സിനെ ഡൈ, വിച്ച് മീൻസ് അഡ്ജോൺമെൻറ്റ് വിത്തൗട്ട് എ ഡേ എന്നാണ് അർത്ഥം. അടുത്തത് വാട്ട് ഈസ് ആനിമസ് കോൺട്രാഹെൻഡി, വിച്ച് മീൻസ് കോൺട്രാക്ച്വൽ ഇൻറ്റൻറ്റ്. നെക്സ്റ്റ് വാട്ട് ഈസ് മീനിങ് ഓഫ് ക്യാവിയേറ്റ്? ക്യാവിയേറ്റ് എന്ന് പറഞ്ഞാൽ വാർണിംഗ് ആണ്, ബിവെയർ എന്ന് പറയും. അതിൽ ക്യാവിയേറ്റ് എംറ്റർ എന്ന് പറഞ്ഞാൽ ബയ്യർ ബിവെയർ. ക്യാവിയേറ്റ് വെൻഡിറ്റർ എന്ന് പറഞ്ഞാൽ ലെറ്റ് ദി സെല്ലർ ബിവെയർ എന്നാണ്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.